നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വടക്കേകാട് പോലീസിന്റെ നേതൃത്വത്തിൽ വൻ കഞ്ചാവ് വേട്ട. ഗുഡ്സ് വാഹനത്തിലെ രഹസ്യ അറയിൽ കൊണ്ടുപോകുകയായിരുന്ന 67.429 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ തൃത്താല കൂറ്റനാട് സ്വദേശികളായ 3 മലയാളികൾ മരിച്ചു. തൃത്താല കൂറ്റനാട് സ്വദേശികളായ തച്ചറത്തൊടിയിൽ യൂസഫ്, കോട്ടപ്പാടം സ്വദേശി മാളിയക്കൽ ഷംല എന്നിവരുൾപ്പെടെ 3 പേരാണ് മരിച്ചത്. ഒമാനിലെ ഇൻകാസ് നേതാവ് ലുബിഷാദിന്റെ ഭാര്യയാണ് ഷംല. യൂസഫിന്റെ മാതാവ് റംലയെ അപകടത്തിൽ കാണാതായി. ഇവർക്കായി തിരച്ചിൽ തുടരുന്നു. യൂസഫിന്റെയും ലുബിഷാദിന്റെയും കുടുംബം ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ പോയതായിരുന്നു. അപകടത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ രക്ഷപ്പെട്ടു. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷം. ഗുരുവായൂരിലെ രാഷ്ട്രീയ പോരാട്ടം ഒരു ധർമ്മയുദ്ധമാണെന്നും താൻ നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. താൻ വർഗീയ പരാമർശമല്ല നടത്തിയതെന്നും മറിച്ച് ഗുരുവായൂരിലെ സാധാരണ വോട്ടർമാർ ഉയർത്തുന്ന ഗൗരവകരമായ ചോദ്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമാണ് MB രാജേഷ് എന്നാരോപിച്ച അദ്ദേഹം ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തിലെ പാളിച്ചകളെ അക്കമിട്ട് നിരത്തി. ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾക്ക് മീതെ മണ്ണിട്ട് മൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് നഗരസഭ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ക്ഷേത്രനഗരിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ബാക്ടീരിയ കലരാത്ത കുടിവെള്ളം പോലും നഗരത്തിൽ ലഭ്യമാകുന്നില്ല. മണ്ഡലത്തിലെ പലയിടങ്ങളിലും ഉപ്പുവെള്ളമാണ് ലഭിക്കുന്നത്. പ്രഖ്യാപിക്കപ്പെട്ട കുടിവെള്ള പദ്ധതികൾ പലതും നടപ്പിലായില്ല. ഗുരുവായൂരിലെ കിണറുകളിൽ നിന്നും വെള്ളം കോരി കുടിക്കാൻ MLA-മാരോ ഇടതു വലതുമുന്നണി പ്രവർത്തകരോ തയ്യാറാണോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. ഒരു സമാജത്തിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ബാക്ടീരിയ നിറഞ്ഞ കുടിവെള്ളമാണ് ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും മാലിന്യങ്ങൾ തോട്ടിലേക്ക് തുറന്നുവിട്ട് അത് സംസ്കരിക്കാതെ, അത് സംസ്കരണം നടത്താതെ ഈ വഴിക്ക് പോയി വീടുകളിൽ മുഴുവൻ കയറുകയാണ്. തനിക്കെതിരെ കേസെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തുടരാം. തന്നെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയില്ല. കുടിവെള്ള മാലിന്യ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് നിയോജക മണ്ഡലത്തിൽ ദണ്ഡി മാർച്ച് സംഘടിപ്പിക്കും. ഇതിന്റെ തീയതി ഉടൻ പ്രഖ്യാപിക്കും. താൻ MLA ആയാൽ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂർ കളക്ടറേറ്റിൽ UDF നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയാണ് തദ്ദേശ സ്വയംഭരണ ജില്ലാ ജോയിന്റ് ഡയറക്ടർ S. ശ്യാമള ലക്ഷ്മി മുമ്പാകെ പത്രിക സമർപ്പണം നടത്തിയത്. രാവിലെ ഗുരുവായൂർ അമ്പലം, പാലയൂർ പള്ളി, പാടൂർ ജുമാ മസ്ജിദ് എന്നീ ആരാധനാലയങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അദ്ദേഹം എത്തിയത്. ASM അസ്ഗർ അലി തങ്ങൾ, PRN നമ്പീശൻ, PJ ജോസ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, അനിൽ അക്കര, CC ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, സുനിൽ ലാലൂർ, KK ബാബു, CI സെബാസ്റ്റ്യൻ, PK രാജൻ, KB ജയറാം, CJ സ്റ്റാൻലി തുടങ്ങിയ നേതാക്കളും നിരവധി പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം കളക്ടറേറ്റിൽ എത്തിയിരുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിനു വേണ്ടി മറ്റം മേഖലാ കൺവെൻഷൻ ചേർന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന CPM നേതാവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ജെയിംസ് കാട്ടൂക്കാരൻ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ്, ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ, മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, വൈസ് പ്രസിഡന്റ് CK സുദീപ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, KV ജോസ് മാസ്റ്റർ, CPI അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയ് കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു.
LDF ചൂണ്ടൽ മേഖലാ കൺവെൻഷൻ നടന്നു. തായങ്കാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPM നേതാവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റുമായ NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. CPI ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി CJ ജിജു മാസ്റ്റർ അധ്യക്ഷനായി. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, CPM ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, കേരള കോൺഗ്രസ് M നേതാവ് ജോസ് ചൂണ്ടൽ, NCP ജില്ലാ കമ്മിറ്റി അംഗം പ്രീതി സുരേഷ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, CPM ലോക്കൽ കമ്മിറ്റി അംഗം CD വാസുദേവൻ എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി ചേർന്ന കൺവെൻഷനിൽ CJ ജിജു ചെയർമാനും M പീതാംബരൻ കൺവീനറും TA ഫൈസൽ ട്രഷററുമായി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. 29ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിന് തുടക്കമായി. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ആയിരങ്ങളാണ് പാലയൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം വൈകിട്ട് നടക്കും. പുലർച്ചെ 5 മണിക്ക് തൃശൂർ അതിരൂപത ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പേപ്പൽ പതാക കൈമാറിയ ഒന്നാംഘട്ട പദയാത്ര പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ 11 മണിയോടെ എത്തിച്ചേർന്നു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ പതാക ഏറ്റുവാങ്ങി. തുടർന്ന് അതിരൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉപപദയാത്രകൾ പാലയൂരിലേക്ക് എത്തിച്ചേർന്നു. അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുലർച്ചെ മുതൽ തന്നെ പദയാത്രികരായി പാലയൂരിലെത്തുന്ന വിശ്വാസികൾക്ക് നേർച്ച ഭക്ഷണവും ഒരുക്കിയിരുന്നു. 30,000-ഓളം പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത്. തുടർച്ചയായി വിശുദ്ധ കുർബാനയും ഉണ്ടായി. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് രണ്ടാംഘട്ട പദയാത്ര പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം 3 മണിക്ക് അതിരൂപതയിലെ യുവജനങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളും സന്യസ്തരും ഒന്നിച്ച് അണിചേർന്ന് ആരംഭിക്കും. കോഴിക്കോട് കോട്ടോളി ക്രിസ്തുദാസി ചാപ്പലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പാലൂർ മഹാതീർത്ഥാടനത്തിന്റെ അമരക്കാരനായ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ കബറിടത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഛായാചിത്രവും ദീപശിഖയും പഞ്ചാരമുക്കിൽ വെച്ച് മഹാതീർത്ഥാടനത്തിന്റെ കൂടെ ചേർന്ന് പാലൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരും. വികാരി ജനറൽ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ പദയാത്ര എത്തിച്ചേരും. തുടർന്ന് 4 മണിക്ക് മാർ ജേക്കബ് തൂങ്കുഴി നഗറിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് കർദിനാൾ പൂല അന്തോണി ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. തൃശൂർ അതിരൂപത പാസ്റ്ററൽ സെക്രട്ടറി ചൊല്ലിക്കൊടുക്കുന്ന വിശ്വാസ പ്രതിജ്ഞ വിശ്വാസികൾ ഏറ്റുചൊല്ലും. തുടർന്ന് അഭിവന്ദ്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയോടെ തീർത്ഥാടനം പര്യവസാനിക്കും. വേലൂർ പുലിയന്നൂരിൽ നിന്നും 418 കിലോഗ്രാം കൊപ്ര മോഷ്ടിച്ച 2 പേർ പിടിയിൽ. വേലൂർ ചുങ്കം കോടശ്ശേരി തലപ്പുള്ളി വീട്ടിൽ സജിത്ത്, കാക്കാട് വീട്ടിൽ സനീഷ് എന്നിവരാണ് പിടിയിലായത്. പുലിയന്നൂർ പറമ്പിൽ വീട്ടിൽ രവീന്ദ്രന്റെ വീടിനോട് ചേർന്ന കൊപ്ര ഷെഡിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെ 1 മണിക്കും വ്യാഴാഴ്ച പുലർച്ചെ 4-നും ഇടയിലാണ് മോഷണം നടന്നത്. 8 ചാക്കുകളിലായി സൂക്ഷിച്ച 60,000 രൂപയുടെ കൊപ്രയാണ് നഷ്ടപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ചാക്കുകൾ എണ്ണിവെക്കാത്തതിനാൽ ബുധനാഴ്ച നടന്ന മോഷണം സ്ഥിരീകരിച്ചിരുന്നില്ല. ചാക്കുകൾ എണ്ണിവെച്ചിരുന്നതിനാൽ പിന്നീടാണ് വ്യാഴാഴ്ച പുലർച്ചെ നടന്ന മോഷണം മനസ്സിലായത്. ഇതറിഞ്ഞ വീട്ടുകാർ സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 3:30-ന് സമാന രീതിയിൽ ഓട്ടോറിക്ഷയുമായി 3 മോഷ്ടാക്കൾ എത്തിയപ്പോഴാണ് 2 പേരെ പിടികൂടിയത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യപരമായ പരിശോധനകളും ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്ത തൊഴിലാളികൾക്ക് പൊതുവായ ആരോഗ്യ പരിശോധന, മലേറിയ, ഫൈലേറിയ, HIV പരിശോധനകൾ എന്നിവ നടത്തി. ആരോഗ്യ പ്രവർത്തകർ തൊഴിലാളികൾക്ക് ശുചിത്വം, രോഗപ്രതിരോധം, സുരക്ഷിതമായ ജീവിതശൈലി തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണവും നടത്തി. പ്രദേശത്ത് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത് എന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത പറഞ്ഞു. വെക്ടർ യൂണിറ്റ് തൃശൂർ ജില്ലാ മൈഗ്രന്റ് സ്ക്രീനിംഗ് ടീം ഡോക്ടർ ആർച്ച K അനിൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിധുല നെഹമിയ, ICTC ചാവക്കാട് കൗൺസിലർ ഫാൻസി, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, TS ശരത്ത്, ആശാപ്രവർത്തകരായ നളിനി, ജോളി, ലാബ് ടെക്നീഷ്യൻ അനു ചാർലി, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി അതിഥി തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു ആരോഗ്യ പരിശോധനകൾ നടത്തി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ആരോഗ്യ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് അറിയിച്ചു.
ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് ട്രഷററായിരുന്ന അനുഷ അഗതിയൂരിനെ അനുസ്മരിച്ചു. മൂന്നാമത് ചരമദിനത്തിന്റെ ഭാഗമായി അഗതിയൂർ DVM സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പോർക്കുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് അക്ഷയ്ജിത്ത് അഗതിയൂർ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി V മനോജ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഖില മുകേഷ്, KA അഭിജിത്ത്, VS ഷനിൽ, K ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ONV സാറിൻ്റെ ഒരു വരി, ONV സാറിൻ്റെ കവിതയല്ല, ONV സാർ എവിടെയോ പറഞ്ഞു വെച്ച ഒരു വരിയുണ്ട്. അതിങ്ങനെയാണ്, അതിൻ്റെ ഏതാണ്ട് സാരം ഇങ്ങനെയാണ്: ഒരു ദിവസം ഈ ഭൂമി എന്ന വാടക വീട് ഞാൻ ഒഴിഞ്ഞ് ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇവിടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ചൈതന്യം ഞാൻ ഇവിടെ അവശേഷിപ്പിച്ച് പോകും. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 29ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിനായി വിവിധ മേഖലകളിൽ നിന്നും പദയാത്രകൾ പുറപ്പെട്ടു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച മറ്റം മേഖലാ പദയാത്ര അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂരിനെ പേപ്പിൽ പതാക നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ 2ാമത്തെ ദിവ്യബലിക്ക് ശേഷമാണ് പദയാത്ര ആരംഭിച്ചത്. മറ്റം, ആളൂർ, വാഗ, കിഴക്കാളൂർ, ചുറ്റാട്ടുകര എന്നീ ഇടവകളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ പദയാത്രയിൽ പങ്കാളികളായി. മേഖലാ പദയാത്രയുടെ കോർഡിനേറ്റർ ഫാദർ ജിയോ ആളുകാരൻ, ഫാദർ ജെയിംസ് വടക്കൂട്ട്, ഫാദർ ജാക്സൺ സാലക്കൽ, ഫാദർ ജോബി പുത്തൂർ, ഫാദർ ജിയോ പുലിക്കോട്ടിൽ, കൺവീനർ EF സണ്ണി, മറ്റം ഇടവക കൈക്കാരന്മാരായ ഷാജ് K സൈമൺ, CK ജോയ്, MJ ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. പാറേമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നും വിശ്വാസികൾ പദയാത്ര പുറപ്പെട്ടു. ഇടവക വികാരി ഫാദർ പോളറക്കിൽ കേന്ദ്രസമിതി കൺവീനർ സിറേഖ് മണ്ടുമ്പാലിനെ പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രസമിതി അംഗങ്ങൾ ഇടവക കൈക്കാരന്മാരായ ജോസി മണലിൽ, ചാർലി മണ്ടുമ്പാൽ, ബാസ്റ്റിൻ മണലിൽ തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. വേലൂർ മേഖലാ പദയാത്ര അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വേലൂർ ഫൊറോന വികാരി ഫാദർ ജേസൺ തെക്കുംപുറത്തിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഫൊറോന കൺവീനർ ഫാദർ ജോൺ പാവർട്ടിക്കാരൻ, PP യേശുദാസ്, ഫാദർ ജോൺ പേരാമംഗലം, ഫാദർ പ്രിൻസ് ചിരിയൻകണ്ടത്ത്, ഫാദർ ക്ലെമൻ വാഴപ്പറമ്പിൽ, ഫാദർ സെബി പുത്തൂർ, AA ജിജോ തയ്യൂർ, ജിജോ തരകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മേഖലാ പദയാത്ര എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് മേഖലാ ജാഥ കൺവീനറും പൊതുരുത്തിപ്പള്ളി വികാരിയുമായ ഫാദർ ജിയോ ചെറായി, ജാഥ കോർഡിനേറ്റർ ഷാൻഡോ MV എന്നിവർക്ക് പതാക കൈമാറി. സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ, കൈക്കാരന്മാരായ KA രാജു, MK ജോഷി, KA ബേബി, ജോയ് ആന്റണി, KC ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെത്തമദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് റേഞ്ച് കുടുംബസംഗമം ഗുരുവായൂരിൽ നടന്നു. നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്ന കുടുംബസംഗമം CPM മുൻ സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CK വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വാടാനപ്പള്ളി റേഞ്ച് പ്രസിഡന്റ് PN ജ്യോതിലാൽ, മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് M കൃഷ്ണദാസ്, LDF സ്ഥാനാർത്ഥികളായ NK അക്ബർ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KV മനോജ്, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഓർത്തഡോക്സ് സഭയിലെ കുന്നംകുളം ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലും കത്തോലിക്ക ദിനം ആഘോഷിച്ചു. പറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ രാവിലെ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും തുടർന്ന് പട്ടണം ചുറ്റി കത്തോലിക്ക ദിന റാലിയും പ്രതിജ്ഞയുമുണ്ടായിരുന്നു. വികാരി ഫാദർ സജയ് ജോസ് കത്തോലിക്ക പതാക ഉയർത്തി മധുര പലഹാര വിതരണവും നടത്തി. കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി P സിൻജു സജിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാവീട് ആളാംകുളം ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, നിർമാല്യ ദർശനം, അഭിഷേകം, വാഗചാർത്ത്, ഗണപതി ഹോമം, മലർനിവേദ്യം, കേളി, ഉഷപൂജ, തുടർന്ന് 11 മണിക്ക് ഉച്ചപൂജ എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് 3-ന് ക്ഷേത്രം വക എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6-ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ പൂരം വരവും ഉണ്ടാകും. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകും.
ചരമം. ചാലിശ്ശേരി തണ്ണീർക്കോട് ഹെൽത്ത് സെന്ററിന് സമീപം താമസിക്കുന്ന പരേതനായ നമ്മിളി നാരായണൻ നായരുടെ ഭാര്യ മംഗലത്ത് മേലെ വീട്ടിൽ ഭാർഗവിയമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. UDF ചാലിശ്ശേരി മണ്ഡലം ചെയർമാൻ സേതു മംഗലത്ത്, വിജയലക്ഷ്മി, വിജയരാഘവൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.